മീഡിയ വൺ പോഡ്കാസ്റ്റ് ആരംഭിക്കുകയാണ്. കാതിലെത്തും പത്രങ്ങൾ. ഇന്ന് 2024 ഫെബ്രുവരി 8 വ്യാഴം. ഞാൻ PT നാസർ. കേന്ദ്രമൊരുക്കുന്ന സാമ്പത്തിക കുരുക്കിനെതിരെ മന്ത്രിമാരും ഇടതുമുന്നണി നേതാക്കളും ഇന്ന് ഡൽഹിയിൽ നടത്തുന്ന സമരവും, മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിയുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിൽ KSADCയിൽ SFIO ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയതും ഏതാണ്ട് എല്ലാ പത്രങ്ങളുടെയും പ്രധാന പേജിലുണ്ട്. ചിലതിലെങ്കിലും പ്രധാന വാർത്തയുമാണ്. വിദേശ സർവകലാശാലകൾക്കും സ്വകാര്യ സർവകലാശാലകൾക്കും അനുമതി നൽകാനുള്ള സർക്കാർ നയം സംബന്ധിച്ച് മലയാള മനോരമ, മാതൃഭൂമി, മാധ്യമം തുടങ്ങിയ പത്രങ്ങൾ പ്രത്യേക റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. മൂന്നിനും പ്രത്യേക ഊന്നലുകളുമുണ്ട്. സ്വകാര്യ സർവകലാശാലയ്ക്കുള്ള ബില്ല് തയ്യാറായി കഴിഞ്ഞു എന്നതാണ് മനോരമ വാർത്ത. മനോരമയുടെ ലീഡ് വാർത്തയാണത്. വിദേശ സർവകലാശാലകളെ നിയന്ത്രിക്കുന്നതിൽ സർക്കാരിന് പങ്കൊന്നുമില്ലെന്നും എല്ലാം UGCക്കാണെന്നും മാതൃഭൂമി പറയുന്നു. അവരുടെ ലീഡ് വാർത്ത അതാണ്. മാധ്യമം ഈ തീരുമാനത്തിന് പിന്നിലെ രാഷ്ട്രീയം ഉൾപാർട്ടി രാഷ്ട്രീയമാണ് ചുഴിഞ്ഞു നോക്കുന്നത്. ഇതിനായി കരുനീക്കിയത് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിലെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെയും പ്രമുഖരാണെന്ന് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. മാധ്യമത്തിൻ്റെ ലീഡ് വാർത്ത അതല്ല. ലീഡ് വാർത്ത ഡൽഹിയിൽ ഇന്ന് കേരള സമരം എന്നതാണ്. മനോരമയുടെ വാർത്തയിൽ നിന്ന് തുടങ്ങാം എന്ന് കരുതുന്നു. സ്വകാര്യ സർവകലാശാല ബിൽ റെഡി. മെഡിക്കൽ എഞ്ചിനീയറിംഗ് അടക്കം ഡിഗ്രി മുതൽ PhD കോഴ്സുകൾക്ക് PhD വരെ കോഴ്സുകൾ പട്ടിക വിഭാഗത്തിനും സംവരണം, അധ്യാപക യോഗ്യത സർക്കാർ നിശ്ചയിക്കും. ഇതാണ് സ്വകാര്യ സർവകലാശാല. സ്വകാര്യ സർവകലാശാല ബിൽ റെഡി എന്നാണ് തലക്കെട്ട്. മനോജ് കടമ്പാടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. തിരുവനന്തപുരം. മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ ഉൾപ്പെടെ നടത്താനുള്ള അവകാശത്തോടെ സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകൾ സ്ഥാപിക്കുന്നതിന് അനുമതി നൽകുന്നതിനുള്ള ബില്ല് തയ്യാർ. മന്ത്രിസഭാ യോഗത്തിൽ പാസ്സാക്കുന്നതിന് വേണ്ടി ബിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ലഭിച്ചിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കാനാണ് നീക്കം. ബില്ലിലെ പ്രധാന വ്യവസ്ഥകൾ: മൊത്തം വിദ്യാർത്ഥികളിൽ 25% കേരളത്തിൽ നിന്നുള്ളവരായിരിക്കണം. പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികൾക്ക് സംവരണം നൽകണം. എത്ര ശതമാനമെന്ന് മന്ത്രിസഭാ യോഗം തീരുമാനമെടുക്കും. സർക്കാർ ഏജൻസികൾ നിർദ്ദേശിക്കുന്ന യോഗ്യതയുള്ള അധ്യാപകരെ മാത്രമേ നിയമിക്കാവൂ. മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, ആർട്സ് ഉൾപ്പെടെ എല്ലാ വിഷയങ്ങളിലും ഡിഗ്രി മുതൽ PhD വരെയുള്ള കോഴ്സുകൾ നടത്താം. സർക്കാർ സ്വകാര്യ മേഖലയിലെ സർവകലാശാലകൾക്ക് സഹകരിച്ച് പ്രവർത്തിക്കുന്നതിന് തടസ്സമില്ല. സ്ഥാപിക്കാൻ വേണ്ടത്: കോർപ്പറേഷൻ പരിധിയിലാണെങ്കിൽ 20 ഏക്കർ സ്ഥലം, മുനിസിപ്പാലിറ്റി മേഖലയിൽ 30 ഏക്കർ, പഞ്ചായത്തിൽ 40 ഏക്കർ. സർവകലാശാലയ്ക്ക് പുറത്ത് ക്യാമ്പസ് നിർമ്മിക്കുന്നുണ്ടെങ്കിൽ ആസ്ഥാനത്ത് 10 ഏക്കർ മതി. സർവകലാശാല അപേക്ഷിക്കേണ്ടത് ഇങ്ങനെ: സംസ്ഥാന സർക്കാരിന് അപേക്ഷ നൽകണം. വിദ്യാഭ്യാസ വിചക്ഷണൻ അധ്യക്ഷനായ 6 അംഗ സമിതി അനുമതി കാര്യത്തിൽ തീരുമാനമെടുക്കും. ഓരോ സർവകലാശാലയുടെയും തീരുമാനമെടുക്കാനുള്ള കൂടിയാലോചന സമിതിയിൽ അതത് ജില്ലാ കലക്ടർ അനൗദ്യോഗിക അംഗമായിരിക്കും. വിദേശ വാഴ്സിറ്റിയും വരും എന്നൊരു ചെറിയ വാർത്ത ഈ വാർത്തയ്ക്കുള്ളിൽ ഒരു ബോക്സായി മനോരമ നൽകിയിട്ടുണ്ട്. അതിങ്ങനെയാണ്: സ്വകാര്യ സർവകലാശാല ബില്ലിലെ വ്യവസ്ഥകളിൽ ചെറിയ ഭേദഗതിയോടെയായിരിക്കും വിദേശ സർവകലാശാല ക്യാമ്പസുകൾക്കുള്ള നിയമം തയ്യാറാക്കുകയെന്ന് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചു. എന്നാൽ സ്വകാര്യ സർവകലാശാല ബില്ലിൽ സംവരണം നിഷ്കർഷിക്കുന്നുണ്ടെങ്കിലും വിദേശ സർവകലാശാലകൾ ഇവിടെ സ്ഥാപിക്കുന്ന ക്യാമ്പസുകൾക്ക് അത് ബാധകമാക്കാൻ സാധിക്കുമോ എന്ന് പഠിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. വിദേശ സർവകലാശാല ക്യാമ്പസുകൾക്കുള്ള മാനദണ്ഡം UGC പുറപ്പെടുവിച്ചിട്ടുണ്ട്. രാജ്യാന്തര റാങ്കിങ്ങിൽ ആദ്യ 50-ൽ ഏതെങ്കിലും ഉൾപ്പെട്ട സർവകലാശാലകൾക്ക് ഇന്ത്യയിൽ ക്യാമ്പസ് ആരംഭിക്കാൻ അനുമതി നൽകിയുള്ളൂ. സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ, ഡിഗ്രി, PG ഗവേഷണ കോഴ്സുകൾ നടത്താനും സർട്ടിഫിക്കറ്റുകൾ നൽകാനും അധികാരമുണ്ടായിരിക്കും. UGCയുടെ വ്യവസ്ഥകൾ സംസ്ഥാന നിയമത്തിലും ഉൾപ്പെടുത്തും. ബില്ലിൻ്റെ വഴി എന്നൊരു ചെറിയൊരു ബോക്സ് കൂടി മനോരമയുടെ ലീഡിനുള്ളിലുണ്ട്. അതിങ്ങനെയാണ്: സ്വകാര്യ സർവകലാശാലകൾ ആരംഭിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് മാത്രമേ തിങ്കളാഴ്ച അവതരിപ്പിച്ച ബജറ്റിൽ പറയുന്നുള്ളൂ. വിവിധ മേഖലകളിൽ സർവകലാശാലകൾ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് പഠിക്കാൻ സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന് ചുമതലപ്പെടുത്തിയിരുന്നു. അവരുടെ ശുപാർശകൾ അടിസ്ഥാനമാക്കിയാണ് സ്വകാര്യ സർവകലാശാല ബില്ലിൻ്റെ കരട് തയ്യാറാക്കിയത്. കരട് പരിശോധിച്ച നിയമവകുപ്പ് ഭരണഘടനാനുസൃതമുള്ള സംവരണമടക്കം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചു. ഇവ കൂടി ഉൾപ്പെടുത്തി പരിഷ്കരിച്ച ബില്ലാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചത്. ഇത്രയുമാണ് അത് സംബന്ധിച്ച മലയാള മനോരമയുടെ വാർത്തകൾ. എന്നാൽ
മാതൃഭൂമിയിലേക്ക് കടന്നാൽ, മാതൃഭൂമി വിദേശ സർവകലാശാലകളുടെ നിയന്ത്രണത്തിൽ സർക്കാരിന് പങ്കില്ല എന്നാണ് പറയുന്നത്. മാതൃഭൂമിയുടെ ലീഡ് വാർത്തയാണത്. അധികാരം UGCക്ക്, വിദേശ സർവകലാശാല സർക്കാരിന് പങ്കില്ല. നയതീരുമാനമുണ്ടെങ്കിൽ ഇളവുകളാവാം, പാർട്ടിയിലെ പൊട്ടിത്തെറി തടസ്സമാകും. PK മണികണ്ഠനാണ് തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. വിദേശ സർവകലാശാലകളുടെ സാധ്യത തേടിയുള്ള ബജറ്റ് നിർദ്ദേശം വിവാദമായെങ്കിലും അവ അനുവദിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് പങ്കില്ല. അതേസമയം ഇത്തരം സർവകലാശാലകൾക്ക് നികുതി ഇളവുകൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ അനുവദിക്കണമെങ്കിൽ സർക്കാർ തീരുമാനമെടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ CPMഉം സർക്കാരും ഇക്കാര്യത്തിൽ നയപരമായ തീരുമാനം കൈക്കൊള്ളേണ്ടി വരുമെന്ന് ഉറപ്പായി. UGC നിശ്ചയിക്കുന്ന ആഗോള റാങ്കിങ്ങിൽ ആദ്യ 500-ൽ ഉൾപ്പെട്ട സ്ഥാപനങ്ങൾക്ക് ഇന്ത്യയിൽ വിദേശ സർവകലാശാല ക്യാമ്പസുകൾ തുടങ്ങാം. വാർഷിക ഓഡിറ്റ് UGCക്ക് സമർപ്പിക്കണം. വ്യവസ്ഥകൾ ലംഘിച്ചാൽ പ്രവർത്തനാനുമതി റദ്ദാക്കാൻ UGCക്ക് തന്നെയാണ് അധികാരം. ഇങ്ങനെ എല്ലാ UGCക്ക് വിട്ടുകൊടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തയ്യാറാക്കിയിട്ടുള്ള മാർഗരേഖ. അതേസമയം ഇളവുകൾ നൽകാൻ സംസ്ഥാന സർക്കാർ തീരുമാനമെടുക്കേണ്ടി വരും. ഭൂമി, വെള്ളം, വൈദ്യുതി തുടങ്ങിയവയിലെ നികുതിയിലും സബ്സിഡിയിലുമൊക്കെ കർശന വ്യവസ്ഥകൾ ഏർപ്പെടുത്തി സംസ്ഥാന സർക്കാരിന് വിദേശ സർവകലാശാലയുടെ പ്രവർത്തനം നിയന്ത്രിക്കാൻ അവസരമുണ്ടാകും. CPMൻ്റെ പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമായുള്ള ബജറ്റ് പ്രഖ്യാപനം ഇപ്പോൾ വിവാദമായിരിക്കെ ഇളവുകൾ നൽകുന്ന കാര്യം സർക്കാരിന് മുന്നിൽ വലിയൊരു വെല്ലുവിളിയാവും. ഇപ്പോഴത്തെ ദിശാമാറ്റം ഉന്നത വിദ്യാഭ്യാസ വകുപ്പുമായി കൂടിയാലോചിക്കാതെ പ്രഖ്യാപിച്ചതിലുള്ള അതൃപ്തി ബുധനാഴ്ച മന്ത്രി R. ബിന്ദുവിൻ്റെ വാക്കുകളിൽ പ്രകടമായി. വകുപ്പുമായി കൂടിയാലോചിച്ചിട്ടില്ലെന്ന വാർത്തയും അവർ നിഷേധിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. പാർട്ടിയും സർക്കാരും രണ്ടും രണ്ടാണെന്ന വാദവുമായി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ബജറ്റ് പ്രഖ്യാപനത്തെ ന്യായീകരിച്ചു. എന്നാൽ എല്ലാവരുമായി ചർച്ച നടത്തി മാത്രമേ മുന്നോട്ട് പോകൂ എന്ന് വ്യക്തമാക്കിയത് പാർട്ടിയിലും സർക്കാരിലും ഇതിനകം ഉയർന്നിട്ടുള്ള അമർഷം ശമിപ്പിക്കാനുള്ള പ്രഖ്യാപനവുമായി. ഇത് കഴിഞ്ഞ് മാധ്യമത്തിൻ്റെ ലീഡിലേക്ക് കടക്കുകയാണെങ്കിൽ, മാധ്യമം ഇതിൻ്റെ രാഷ്ട്രീയമാണ് പരിശോധിക്കുന്നത്. ഈ തീരുമാനത്തിന് പിന്നിൽ, വിദേശ സർവകലാശാലകൾ കൊണ്ടുവരാനും കോൺക്ലേവ് നടത്തുവാനും എല്ലാമുള്ള തീരുമാനത്തിന് പിന്നിൽ കരുനീക്കിയത് ഉന്നത വിദ്യാഭ്യാസ കൗൺസിലും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രമുഖനും ആണെന്ന് മാധ്യമം വിശദീകരിക്കുന്നു. തിരുവനന്തപുരം സംസ്ഥാനത്ത് വിദേശ സർവകലാശാലകൾക്ക് ക്യാമ്പസ് അനുവദിക്കുന്നത് സംബന്ധിച്ച ബജറ്റ് പ്രഖ്യാപനത്തിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും ഉന്നത വിദ്യാഭ്യാസ കൗൺസിലുമാണെന്ന് സൂചന. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെയോ മന്ത്രി ബിന്ദുവിനെയോ അറിയിക്കാതെയാണ് നയപരമായ മാറ്റം ബജറ്റിൽ ഉൾപ്പെടുത്തിയത്. വിവാദത്തിൽ വിശദീകരണം നൽകാൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനും മന്ത്രിക്കും കഴിയുന്നില്ല. ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിലെ പ്രമുഖൻ സമീപകാലത്ത് വിവിധ രാജ്യങ്ങളിൽ നടത്തിയ സന്ദർശനത്തിന് പിന്നാലെയാണ് വിദേശ സർവകലാശാല ക്യാമ്പസ്, വിദേശത്ത് 4 ഇടങ്ങളിൽ ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവ് തുടങ്ങിയ നിർദ്ദേശങ്ങൾ സർക്കാരിന് മുന്നിലെത്തുന്നത്. നേരത്തെ സർക്കാരിൽ പ്രധാന ചുമതല വഹിച്ച മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രമുഖൻ്റെ കൂടി പങ്കാളിത്തത്തിലായിരുന്നു ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെ അറിയിക്കാതെയുള്ള ഈ നീക്കം. മുമ്പ് സ്വകാര്യ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നത് സംബന്ധിച്ച് പഠിക്കാൻ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ സമിതിയെ നിയോഗിക്കുകയും കരട് ബിൽ തയ്യാറാക്കി സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഇത് പൂർണ്ണമായും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെയും മന്ത്രിയുടെയും അറിവോടെയായിരുന്നു. എന്നാൽ പുതിയ നടപടികളൊന്നും വകുപ്പിനെ അറിയിച്ചിട്ടില്ല. വിദേശ സർവകലാശാല സംബന്ധിച്ച ചോദ്യങ്ങളിൽ നിന്ന് മന്ത്രി ബിന്ദു ഒഴിഞ്ഞു മാറുകയും ചെയ്തു. യൂറോപ്പ്, USA, സിംഗപ്പൂർ എന്നിവിടങ്ങളിൽ നടത്തുമെന്ന് ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ കോൺക്ലേവിൻ്റെ വിശദാംശങ്ങളും വകുപ്പിൻ്റെ പക്കലില്ല. ഇത് പൂർണ്ണമായും ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിൻ്റെ മേൽനോട്ടത്തിൽ സംഘടിപ്പിക്കാനാണ് ബജറ്റ് നിർദ്ദേശം എന്നും മാധ്യമം പറയുന്നു. മാധ്യമത്തിൽ നൽകിയിരിക്കുന്ന മറ്റൊരു പ്രധാന വാർത്ത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഡൽഹിയിലെ സെൻറ്റർ ഫോർ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് നടത്തിയ ഒരു പഠന റിപ്പോർട്ടിനെ കുറിച്ച് വിശദമായ ഒരു റിപ്പോർട്ട് മാധ്യമത്തിൻ്റെ ദേശീയ വാർത്തകൾ നൽകുന്ന പൊതുവൃത്താന്തം എന്ന പേജിൽ നൽകിയിട്ടുണ്ട്. മാധ്യമത്തിൻ്റെ 7ാം പേജാണത്. ദേശീയ വാർത്തകളാണ് ആ പേജിൽ കാര്യമായും ഉൾക്കൊള്ളിക്കാറുള്ളത്. അതിൽ ന്യൂനപക്ഷ സ്ഥാപനങ്ങളിൽ ഏറെയും ഹിന്ദു വിദ്യാർത്ഥികൾ എന്ന കണ്ടെത്തൽ ഡൽഹിയിലെ സെൻറ്റർ ഫോർ സ്റ്റഡീസ് ആൻഡ് റിസർച്ച് നടത്തിയ പഠനത്തിൽ ഇങ്ങനെയൊരു കണ്ടെത്തലുണ്ട് എന്നതാണ് വാർത്ത. ന്യൂഡൽഹിയിൽ നിന്നാണ് വാർത്ത. ന്യൂഡൽഹി രാജ്യത്തെ മൊത്തം
രാജ്യത്തെ മുസ്ലിം ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ഭൂരിപക്ഷം വിദ്യാർത്ഥികളും ഹിന്ദു സമുദായക്കാരാണെന്ന് പഠനം. മുസ്ലിങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളിലെ 52.7% വിദ്യാർത്ഥികളും ഹിന്ദുക്കളാണെന്നും 42.1% വിദ്യാർത്ഥികൾ മാത്രമാണ് മുസ്ലിങ്ങളെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇന്ത്യയിൽ മുസ്ലിങ്ങൾ നടത്തുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സർവേ സച്ചാറിന് ശേഷം 2 ശതാബ്ദം, ഇന്ത്യൻ മുസ്ലിങ്ങളുടെ സാമൂഹിക സാമ്പത്തിക സർവേ എന്നീ റിപ്പോർട്ടുകളിലാണ് ഈ വെളിപ്പെടുത്തലുകൾ. നൗസ് നെറ്റ്വർക്കുമായി സഹകരിച്ച് ഡൽഹിയിലെ സെൻറ്റർ ഫോർ സ്റ്റഡി ആൻഡ് റിസർച്ച് CSR ആണ് പഠനം തയ്യാറാക്കിയത്. മുസ്ലിങ്ങൾ നടത്തിപ്പുകാരായ സ്ഥാപനങ്ങളിൽ മുസ്ലിം വിദ്യാർത്ഥികൾ മാത്രമാണ് പഠിക്കുന്നതെന്ന BJPയുടെയും മറ്റു സംഘടനകളുടെയും വിശ്വാസത്തെയും പ്രചാരണത്തെയും പൊളിക്കുന്നതാണ് റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ. എല്ലാ സമുദായങ്ങളിലേക്കും വിദ്യാഭ്യാസം വ്യാപിപ്പിക്കുന്നതിൽ മുസ്ലിം സ്ഥാപനങ്ങൾ പങ്കുവഹിക്കുന്നതായി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. എല്ലാ സമുദായങ്ങളിലേക്കും വിദ്യാഭ്യാസം വ്യാപിപ്പിക്കുന്നതിൽ മുസ്ലിം സ്ഥാപനങ്ങൾ പങ്കുവഹിക്കുന്നതായി റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു. രാജ്യത്തെ 113 സർവകലാശാലകളിൽ 23 എണ്ണമാണ് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റേത്. ഇതിൽ 52.7% ഹിന്ദു വിദ്യാർത്ഥികളാണ്. മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ 1155 കോളേജുകളിൽ മുസ്ലിം ഇതര വിഭാഗക്കാരാണ് വിദ്യാർത്ഥികൾ കൂടുതലും, 55.1%. ഹിന്ദു സമുദായക്കാരും 42.1%, മുസ്ലിങ്ങളും 2.8%, മറ്റ് ന്യൂനപക്ഷ വിഭാഗങ്ങളുമാണ് ഈ കോളേജുകളിൽ പഠിക്കുന്നത്. ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ 73.4% മുസ്ലിങ്ങൾ നടത്തിപ്പുകാരായ കോളേജുകൾ 16.6% മാത്രമേയുള്ളൂവെന്ന് മുസ്ലിങ്ങൾ നടത്തുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സർവേ എന്ന പഠനത്തിൽ പറയുന്നു. ഇങ്ങനെയാണ് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ 73.4% മുസ്ലിങ്ങൾ നടത്തിപ്പുകാരായ കോളേജുകൾ 16.6% മാത്രമേയുള്ളൂവെന്ന് മുസ്ലിങ്ങൾ നടത്തുന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ സർവേ എന്ന പഠനത്തിൽ പറയുന്നു. ജനസംഖ്യയുടെ 26.6% മാത്രമുള്ള മറ്റ് ന്യൂനപക്ഷ സമുദായങ്ങൾ ബാക്കിയുള്ള 83.4% കോളേജുകൾ നടത്തുന്നുണ്ട്. സ്വാതന്ത്ര്യം നേടുമ്പോൾ 22 മുസ്ലിം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്ന രാജ്യത്തുണ്ടായിരുന്നത്. സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ 22 മുസ്ലിം ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളായിരുന്നു രാജ്യത്തുണ്ടായിരുന്നത്. 7 പതിറ്റാണ്ടിനിടെ 23 സർവകലാശാലകളും 1155 കോളേജുകളുമാണ് നിലവിൽ വന്നത്. 75 വർഷം പിന്നിട്ടിട്ടും മുസ്ലിം സമുദായം 18 സർവകലാശാലകൾ മാത്രമാണ് സ്ഥാപിച്ചത്. ഇവയിൽ 43.5% സ്വകാര്യ സർവകലാശാലകളാണ്. അലിഗഡ് സർവകലാശാലയുടെ ന്യൂനപക്ഷ പദവിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ വാദം നടക്കുന്നതിനിടയിലാണ് അലിഗഡ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് അലിഗഡ് സർവകലാശാലയുടെ ന്യൂനപക്ഷ പദവിയുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിലെ വാദം നടക്കുന്നതിനിടയിലാണ് ഈ വിഷയവും ചർച്ചയാകുന്നത്. ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് പ്രസിഡന്റ് സയ്യിദ് സഅദത്തുല്ലാ ഹുസൈനിയും ഇന്ത്യൻ ഇൻ്റർനാഷണൽ സെൻറ്ററിലെ പ്രമുഖരും ചേർന്നാണ് കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് പുറത്തിറക്കിയത്. എല്ലാ വിഭാഗക്കാർക്കും വിദ്യ പകരുന്നതിൽ മുസ്ലിങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളുടെ പങ്ക് വ്യക്തമാക്കുന്ന പഠന റിപ്പോർട്ടിനെ പ്രസിഡന്റ് സഅദത്തുല്ലാ ഹുസൈനി പ്രകീർത്തിച്ചു. CSR ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് റിസ്വാനും സംസാരിച്ചു. ന്യൂനപക്ഷ കോളേജുകൾ കൂടുതൽ കേരളത്തിൽ. ഈ വാർത്തയ്ക്കുള്ളിൽ എടുത്തു കാണിച്ചിരിക്കുന്ന ഒരു വിവരം ഇതാണ്. രാജ്യത്ത് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ നടത്തുന്ന കോളേജുകൾ കൂടുതലുള്ളത് കേരളത്തിൽ. ചെറുതും വലുതുമായി 211 കലാലയങ്ങളാണ് സംസ്ഥാനത്തുള്ളതെന്ന് സർവേ വ്യക്തമാക്കുന്നു. 209 കോളേജുകളുമായി UP രണ്ടാമതാണ്. രാജ്യത്തെ മുസ്ലിം കോളേജുകളിൽ 90% കേരളം, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര, കർണാടക, തെലങ്കാന, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, പശ്ചിമ ബംഗാൾ, ബീഹാർ, ജമ്മു കശ്മീർ സംസ്ഥാനങ്ങളിലാണ്. രാജ്യത്തെ 43,796 കോളേജുകളിൽ 1,155 എണ്ണം മുസ്ലിം സമുദായത്തിൻ്റേതാണ്. 1947 17 മുസ്ലിം കോളേജുകളിൽ നിന്ന് 75 വർഷത്തിനിടെ 1,155ആയി. 2001 മുതൽ 2010 വരെയുള്ള ദശകങ്ങളിൽ 416 കോളേജുകൾ സ്ഥാപിച്ചു. അതേസമയം 2010-2020 ദശകത്തിൽ 316 കോളേജുകൾ മാത്രമാണ് പുതുതായി തുടങ്ങിയത്. 90% കോളേജുകൾക്കും NAC അക്രഡിറ്റേഷൻ ഇല്ല. അങ്ങനെ ഒരു വിവരവും ഈ വാർത്തയിൽ പ്രത്യേകമായി എടുത്തു കാണിക്കുന്നുണ്ട്. ഗുണനിലവാര പരിശോധനകളിലും മാനദണ്ഡങ്ങളിലും മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പങ്കാളിത്തമില്ലാത്തതും സർവേ ചൂണ്ടിക്കാട്ടുന്നു. 90.65% മുസ്ലിം കോളേജുകൾക്കും 56.5% സർവകലാശാലകൾക്കും ഗുണനിലവാര മാനദണ്ഡമായ NAC അക്രഡിറ്റേഷൻ ഇല്ല. മറ്റൊരു മാനദണ്ഡമായ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് റാങ്കിംഗ് റാങ്കിങ്ങിൽ ഒരു മുസ്ലിം ന്യൂനപക്ഷ കോളേജുകളുമില്ല. 36 കോളേജുകൾ മാത്രമാണ് 2023 NFRF റാങ്കിംഗ് റിപ്പോർട്ടിൽ പങ്കെടുത്തത്.
ITI, IIM, NIT തുടങ്ങിയ IIT, IIM, NIT തുടങ്ങിയ സുപ്രധാന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ മുസ്ലിം പ്രാതിനിധ്യം 1.92% കുറഞ്ഞതും സർവേ ചൂണ്ടിക്കാട്ടുന്നു. കോളേജുകളിലും സർവകലാശാലകളിലും ചേരുന്ന പെൺകുട്ടികളുടെ എണ്ണത്തിൽ വർധനവുണ്ടായെന്നും സർവേ എടുത്തു പറയുന്നു. ഇതാണ് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ദേശീയ സാഹചര്യവും അതിലെ മുസ്ലിം പങ്കാളിത്തവും സംബന്ധിച്ച പഠനം. ആ പഠനത്തിൻ്റെ റിപ്പോർട്ടുകളാണ് ഇന്ന് മാധ്യമം വിശദമായി നൽകിയിരിക്കുന്നത്. വനഭൂമി പട്ടയം അപേക്ഷിക്കാൻ കേന്ദ്ര അനുമതി എന്നൊരു വാർത്ത മലയാള മനോരമയുടെ 1-ാം പേജിൽ തന്നെയുണ്ട്. മനോരമയുടെ സെക്കൻഡ് ലീഡ് എന്ന് പറയാവുന്ന വാർത്ത അതാണ്. വനഭൂമി പട്ടയം അപേക്ഷിക്കാൻ കേന്ദ്ര അനുമതി. പുതിയ അപേക്ഷകൾ സ്വീകരിക്കും. റവന്യൂ വനം വകുപ്പ് സംയുക്ത പരിശോധന നടക്കും. 1977 മുമ്പ് കുടിയേറിയ മലയോര മേഖലയിലെ ഒട്ടേറെ കുടുംബങ്ങൾക്ക് ആശ്വാസം. ന്യൂഡൽഹി. കേരളത്തിൽ വനഭൂമി പട്ടയം സംബന്ധിച്ച് പുതിയ അപേക്ഷകൾ സ്വീകരിക്കാനും അതിൻ്റെ ഭാഗമായുള്ള റവന്യൂ വനം വകുപ്പുകളുടെ സംയുക്ത പരിശോധന, അതായത് ജോയിൻറ്റ് വെരിഫിക്കേഷൻ നടത്താനും കേന്ദ്രത്തിൻ്റെ പ്രത്യേക അനുമതി. മലയോര മേഖലയിലെ ഒട്ടേറെ കുടുംബങ്ങൾക്ക് ആശ്വാസമാകുന്ന തീരുമാനം നടപ്പാക്കാൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിക്കാനും തീരുമാനിച്ചു. കേരള വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ, റവന്യൂ മന്ത്രി K രാജൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സംഘം കേന്ദ്രമന്ത്രിമാരായ ഭൂപേന്ദർ യാദവ്, അശ്വിനി കുമാർ ചൗബെ എന്നിവരുമായി നടത്തിയ ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. 1977 മുൻപ് വനഭൂമിയിൽ കുടിയേറിയ കർഷകർക്ക് കേരളത്തിലെ വനഭൂമിയിലെ കുടിയേറ്റം ക്രമവൽക്കരിക്കാനുള്ള 1993 ഭൂപതിവ് ചട്ടപ്രകാരം പട്ടയം അനുവദിക്കാമെങ്കിലും മുൻപ് അപേക്ഷ നൽകാൻ വിട്ടുപോയവർക്ക് അത് നൽകാൻ സാധിക്കാത്ത സാഹചര്യമായിരുന്നു. ഇതിന് കേന്ദ്രത്തിൻ്റെ അനുവാദവും വേണ്ടിയിരുന്നു. അപേക്ഷകൾ സ്വീകരിച്ചെങ്കിലും കേന്ദ്രം അനുവദിച്ചാൽ മാത്രമേ സംയുക്ത പരിശോധന നടത്തി പട്ടയം അപേക്ഷകൾ കേന്ദ്ര അനുമതിക്കായി സമർപ്പിക്കാനാകുമായിരുന്നുള്ളൂ. പരിശോധന നടക്കാത്തതിനാൽ തീരുമാനമില്ലാതെ നീളുന്ന സാഹചര്യമായിരുന്നു. ഇത്തരം പ്രതിസന്ധികളെല്ലാം പരിഹരിക്കപ്പെടുമെന്നും പുതിയ പട്ടയങ്ങൾ അനുവദിക്കാൻ സാധിക്കുമെന്നും K രാജൻ, AK ശശീന്ദ്രൻ എന്നിവർ വിശദീകരിച്ചു. ബാംഗ്ലൂരു ഇൻ്റഗ്രേറ്റഡ് റീജിയണൽ ഓഫീസിലെ ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ ഓഫ് ഫോറസ്റ്റ് P ബാലസുബ്രഹ്മണ്യമാണ് കേന്ദ്രത്തിൻ്റെ നോഡൽ ഓഫീസർ. കേരള ലാൻഡ് റവന്യൂ കമ്മീഷണർ ഡോക്ടർ A കൗശികനാണ് കേരളത്തിൽ നിന്നുള്ള നോഡൽ ഓഫീസർ. തുടർ നടപടികൾ തീരുമാനിക്കാൻ 12-ന് തിരുവനന്തപുരത്ത് യോഗം ചേരും. പരിവേഷ് പോർട്ടലിൽ സംസ്ഥാന റവന്യൂ വകുപ്പ് നിലവിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള പട്ടയാപേക്ഷകളും അനുബന്ധ രേഖകളും അംഗീകരിച്ച് സംയുക്ത പരിശോധനയ്ക്ക് അനുമതി നൽകുന്ന കാര്യത്തിലും ചർച്ചയിൽ അനുകൂല തീരുമാനമുണ്ടായി. അപേക്ഷകരുടെ SSLC ഉൾപ്പെടെയുള്ള വിവിധ രേഖകൾ വേണമെന്ന നിബന്ധന ഒഴിവാക്കി ഏതെങ്കിലും അംഗീകൃത രേഖ എന്ന തരത്തിൽ ലഘൂകരിക്കാമെന്നും കേന്ദ്രം വ്യക്തമാക്കി. കുടിയേറ്റ മേഖലയിലെ കർഷകർക്കെല്ലാം പഴയ രേഖകൾ സംഘടിപ്പിക്കാനുള്ള പ്രയാസം കണക്കിലെടുത്താണിത്. അങ്ങനെ കേരളത്തിൻ്റെ കുടിയേറ്റ മേഖലകളിൽ ഒരിക്കൽ കൂടി പട്ടയ വിതരണത്തിനുള്ള സാധ്യത ഒരുങ്ങുന്നു എന്ന് കരുതാം. ഇതിനിടയിൽ മലയാള മനോരമ വൈനിൻ്റെ വീര്യം ചോർന്നു എന്നൊരു വാർത്തയും കൊണ്ടുവരുന്നുണ്ട്. മദ്യപ്രോത്സാഹനവും കയറ്റുമതിയും പ്രോത്സാഹിപ്പിക്കാൻ ചട്ടഭേദഗതിക്ക് വിദഗ്ധ സമിതി നിർദ്ദേശവും ബജറ്റ് പ്രഖ്യാപനവും ഉണ്ടെങ്കിലും ഇതിനായി സർക്കാർ നടത്തിയ ഇടപെടലുകളൊന്നും ഫലം കണ്ടില്ല. ഹോർട്ടി വൈൻ, മരച്ചീനിയിൽ നിന്ന് എഥനോൾ ഉൽപ്പാദനം, എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ, കൂടുതൽ ഡിസ്റ്റിലറി ലൈസൻസ് എന്നിങ്ങനെ മദ്യനയത്തിൽ കഴിഞ്ഞ 3 ബജറ്റുകളിൽ പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങൾ നടപ്പായില്ല എന്നാണ് വാർത്ത. 2ാം പിണറായി സർക്കാരിൻ്റെ 1ാം മദ്യനയത്തിലാണ് വൈനറികൾ പ്രഖ്യാപിച്ചത്. ധാന്യങ്ങൾ ഉൾപ്പെടെയുള്ള കാർഷികോൽപ്പന്നങ്ങളിൽ നിന്ന് ഹോർട്ടി വൈൻ ഉൽപ്പാദിപ്പിക്കാൻ അനുമതി നൽകി. ഇപ്പോൾ ബെവ്കോ വഴി വിൽക്കുന്ന ഇന്ത്യൻ നിർമ്മിത വൈനിൻ്റെ നികുതി ഘടനയിൽ 2023 ബജറ്റിൽ പ്രഖ്യാപിച്ചു. ഇപ്പോൾ ബെവ്കോ വഴി വിൽക്കുന്ന ഇന്ത്യൻ നിർമ്മിത വൈനിൻ്റെ നികുതി ഘടന 2023 ബജറ്റിൽ പ്രഖ്യാപിച്ചു. ഇതെല്ലാമായിട്ടും ഉൽപ്പാദനം തുടങ്ങിയില്ല. പഴവർഗ്ഗങ്ങളും കാർഷിക ഉൽപ്പന്നങ്ങളും ഉപയോഗിച്ച് എത്തനോൾ, അതായത് സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചത് 2022 ബജറ്റിലാണ്. മരച്ചീനിയിൽ നിന്ന് എത്തനോൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള പൈലറ്റ് പദ്ധതി തയ്യാറാക്കാൻ കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രത്തിന് 2 കോടി രൂപ പ്രഖ്യാപിച്ചു. ഫണ്ട് ഇതുവരെ കൈമാറിയിട്ടില്ല. കരിമ്പിൻ ചണ്ടിയിൽ നിന്ന് സ്പിരിറ്റ് ലിറ്ററിന് 700 രൂപയാണ് വിലയെങ്കിൽ മരച്ചീനിയിൽ നിന്നാകുമ്പോൾ വില 90-ന് മുകളിലെത്തും. കേരളത്തിൽ കൃഷി ചെയ്യുന്നത് വ്യവസായ ആവശ്യത്തിനുള്ള മരച്ചീനി അല്ലാത്തതിനാൽ ലഭിക്കുന്ന സ്റ്റാർച്ചിൻ്റെ അളവ് കുറവായിരിക്കുമെന്ന ന്യൂനതയുമുണ്ട്.
കേരളം കാത്തിരിക്കുമ്പോൾ തമിഴ്നാട്ടിലൊരു സ്വകാര്യ കമ്പനി മരച്ചീനിയിൽ നിന്ന് എഥനോൾ നിർമ്മാണം തുടങ്ങിയെന്ന വിശദീകരണ വിവരവുമുണ്ട്. എഥനോൾ വീണ്ടും ശുദ്ധീകരിച്ചാണ് ENA ഉൽപ്പാദിപ്പിക്കുക. കൂടുതൽ ഡിസ്റ്റിലറികൾക്ക് ലൈസൻസ് നൽകാൻ 2022 മദ്യനയത്തിൽ തീരുമാനിച്ചിരുന്നു. ഒന്നുപോലും അധികമായി വന്നില്ല. വിദേശ മദ്യം കേരളത്തിൽ ഉൽപ്പാദിപ്പിച്ച് ഇതര സംസ്ഥാനങ്ങളിലേക്ക് വിദേശത്തേക്കും കയറ്റുമതി ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന് ഇത്തവണത്തെ ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. സ്പിരിറ്റ് ഉൽപ്പാദിപ്പിച്ച് മദ്യം നിർമ്മിക്കുന്ന ഫാക്ടറികളാണ് ഡിസ്റ്റിലറി എന്ന വിഭാഗത്തിൽപ്പെടുക. കേരളത്തിൽ 8 ലൈസൻസിങ്ങുകൾ കേരളത്തിലുണ്ടെങ്കിലും ഇത്തരത്തിൽ 8 ലൈസൻസുകൾ സ്പിരിറ്റ് ഉപയോഗിച്ച് മദ്യം നിർമ്മിക്കുന്നതിനുള്ള 8 ലൈസൻസുകൾ കേരളത്തിലുണ്ടെങ്കിലും ഇവ പുറമേ നിന്ന് സ്പിരിറ്റ് എത്തിച്ച് മദ്യം നിർമ്മിക്കുന്ന ബ്ലെൻഡിംഗ് യൂണിറ്റുകളായാണ് പ്രവർത്തിക്കുന്നത്. 10 ബ്ലെൻഡിംഗ് യൂണിറ്റ് വേറെയുമുണ്ട്. എന്നാൽ 18 യൂണിറ്റുകളും സർക്കാർ കണക്കിൽ ഡിസ്റ്റിലറികളാണ്. ഇതിനേക്കാളൊക്കെ എളുപ്പം കേരളത്തിൽ നാടൻ വാറ്റ് ആരംഭിക്കുന്നതായിരിക്കും. ബംഗാളിൽ പണ്ടതുണ്ടായിരുന്നു. ഇടതുപക്ഷ ഭരണത്തിൻ്റെ കാലത്ത് അന്ന് കൽക്കത്ത നഗരത്തിൽ എവിടെ നടന്നാലും കൺട്രി മെയ്ഡ് ലിക്കർ അവൈലബിൾ ഹിയർ എന്ന ബോർഡും അംഗീകൃത സ്ഥാപനങ്ങളും കാണാമായിരുന്നു. കേരളത്തിന് പിന്തുടരാവുന്ന ഒരു മാതൃക അതാണെന്ന് തോന്നുന്നു. അതിനിടയിൽ BJP അവരുടെ ചൂണ്ടയിടൽ പദ്ധതി തുടരുന്നുണ്ട്. അതു സംബന്ധിച്ചൊരു വാർത്ത മലയാള മനോരമ തന്നെ കൊണ്ടുവരുന്നുണ്ട്. രാഹുലിൻ്റെ യാത്രയ്ക്ക് മുൻപ് UPയിലും ഇന്ത്യ മുന്നണിയെ പിളർത്താൻ നീക്കം. RLDക്കായി ചൂണ്ടയിട്ട് BJP. ബീഹാറിന് പിന്നാലെ UPയിലും ഇന്ത്യ മുന്നണിയിൽ വിള്ളൽ വീഴ്ത്താൻ BJP നീക്കം. UPയിൽ പ്രതിപക്ഷ മുന്നണിയുടെ ഭാഗമായ രാഷ്ട്രീയ ലോക്ദളിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAയുടെ ഭാഗമായി മത്സരിക്കാൻ 4 സീറ്റ് BJP വാഗ്ദാനം ചെയ്തു. സമാജ്വാദി പാർട്ടി, കോൺഗ്രസ്, RLD എന്നിവയുൾപ്പെടെ ഇന്ത്യ മുന്നണി പിളർത്താൻ ലക്ഷ്യമിട്ടാണിത്. BJPയുടെ വാഗ്ദാനം സംബന്ധിച്ച് RLD നേതാവ് ജയന്ത് ചൗധരി പ്രതികരിച്ചിട്ടില്ലെങ്കിലും സഖ്യനീക്കം സംബന്ധിച്ച രഹസ്യ ചർച്ച നടക്കുന്നുണ്ടെന്നാണ് RLD വൃത്തങ്ങൾ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UPയിൽ 7 സീറ്റ് നൽകാമെന്ന് SP നേതാവ് അഖിലേഷ് യാദവ് കഴിഞ്ഞ ദിവസം RLDയെ അറിയിച്ചിരുന്നു. മുൻ തെരഞ്ഞെടുപ്പുകളിൽ SPക്കൊപ്പം നിന്ന ജയന്ത് നിലവിൽ SPയുടെ കോട്ടയിൽ രാജ്യസഭാംഗമാണ്. പടിഞ്ഞാറൻ UPയിലെ ജാട്ട് സമുദായമാണ് RLDയുടെ വോട്ട് ബാങ്ക്. കഴിഞ്ഞ ഏതാനും തിരഞ്ഞെടുപ്പുകളിൽ ഈ മേഖലയിലെ ജാട്ട് വോട്ടർമാർ BJPക്ക് ഒപ്പമാണ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് പോലും നേടാൻ RLDക്ക് സാധിച്ചില്ല. ഇക്കുറി BJPക്കൊപ്പം നിന്നാൽ പ്രയോജനമുണ്ടാകുമെന്നാണ് RLDയുടെ ചിന്ത. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ് യാത്ര അടുത്തയാഴ്ചയാണ് UPയിലേക്ക് കടക്കാനിരിക്കെയാണ് ഇന്ത്യയിലെ സഖ്യകക്ഷി അടർത്തിയെടുക്കാനുള്ള അണിയറ നീക്കം BJP സജീവമാക്കിയത്. കഴിഞ്ഞ മാസം രാഹുലിൻ്റെ യാത്ര ബീഹാറിൽ കടക്കുന്നതിന് തൊട്ട് മുൻപാണ് JDU നേതാവ് നിതീഷ് കുമാർ ഇന്ത്യ വിട്ട് NDAക്കൊപ്പം വീണ്ടും മുഖ്യമന്ത്രിയായത്. തമിഴ് നടൻ ശരത് കുമാർ NDA സഖ്യത്തിലേക്ക് എന്നും മനോരമയിൽ വാർത്തയുണ്ട്. ചെന്നൈ സമത്വ മക്കൾ കക്ഷി നേതാവും DMKയുടെ മുൻ രാജ്യസഭാംഗവുമായ നടൻ ശരത് കുമാർ NDA സഖ്യത്തിൽ ചേർന്നേക്കും. തിരുനെൽവേലി സീറ്റാണ് ആവശ്യം. 1998 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ DMK ടിക്കറ്റിൽ തിരുനെൽവേലിയിൽ മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു. 2001 രാജ്യസഭാംഗമായി. 2006 DMK വിട്ട് ഭാര്യ രാധികയ്ക്കൊപ്പം അണ്ണാ DMKയിൽ ചേർന്നു. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് രാധിക പുറത്തായതോടെ 2007 സമത്വ മക്കൾ കക്ഷി എന്ന പാർട്ടി ആരംഭിച്ചു. 2011 തെങ്കാശിയിൽ നിന്ന് നിയമസഭാംഗമായി. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കമൽഹാസൻ്റെ പാർട്ടിക്കൊപ്പം മത്സരിച്ചെങ്കിലും ജയിച്ചില്ല. അങ്ങനെ പോയി ശരത്ത് NDAയിലേക്ക് എത്തുകയാണ്. കുട്ടിക്കോ അമ്മയ്ക്കോ വിദേശ പൗരത്വമുണ്ടെങ്കിൽ അമ്മയ്ക്കോ അച്ഛനോ വിദേശ പൗരത്വമുണ്ടെങ്കിൽ കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം നഷ്ടമാകും എന്ന വാർത്തയും മലയാള മനോരമ കൊണ്ടുവരുന്നുണ്ട്. ന്യൂഡൽഹിയിൽ നിന്നാണ് വാർത്ത. വിദേശ ഇന്ത്യക്കാരായ മാതാപിതാക്കളിൽ ഒരാൾ വിദേശ പൗരത്വമെടുത്താൽ അവരുടെ പ്രായപൂർത്തിയാവാത്ത കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം ഉണ്ടാവില്ലെന്ന നിയമം കർശനമാക്കി. ഇതോടെ വിദേശങ്ങളിലുള്ള പലർക്കും അവരുടെ പ്രായപൂർത്തിയാകാത്ത കുട്ടികളുടെ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടും. 5 വർഷത്തേക്കാണ് മൈനറായ കുട്ടികൾക്ക് പാസ്പോർട്ട് നൽകുന്നത്. ഈ വ്യവസ്ഥ 2 ആഴ്ച മുൻപാണ് കർശനമാക്കിയതെന്ന് ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ മുഖേന ലഭിച്ച വിവരം. ഈ വ്യവസ്ഥ 2 ആഴ്ച മുമ്പാണ് കർശനമാക്കിയതെന്നാണ് ലണ്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ മുഖേന ലഭിച്ച വിവരം. ലണ്ടനിൽ സ്ഥിരതാമസക്കാരായ മലയാളി കുടുംബം ഇളയ കുട്ടിയുടെ പാസ്പോർട്ട് പുതുക്കാൻ എത്തിയപ്പോഴാണ് ഇക്കാര്യം അധികൃതർ അറിയിച്ചത്. കുട്ടിയുടെ മാതാവ് ഈയിടെ ബ്രിട്ടീഷ് പൗരത്വം എടുത്തിരുന്നു. ഓവർസീസ് ഇന്ത്യൻ സിറ്റിസൺ കാർഡുമുണ്ട്. നിയമം കർക്കശമാക്കിയതായി വിദേശകാര്യ മന്ത്രാലയം ശരിവെച്ചു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് പൗരത്വം സംബന്ധിച്ച നിയമങ്ങൾ കാലാകാലം പുതുക്കുന്നത്. ഇത് സംബന്ധിച്ച്
നോട്ടീസ് ആഭ്യന്തര മന്ത്രാലയം ഇറക്കിയിട്ടുണ്ട്. ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ അക്കാര്യം അറിയിക്കണമെന്ന മുന്നറിയിപ്പോടെയാണ് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നോട്ടീസ്. ഇന്ത്യൻ പൗരത്വ നിയമം 1955 8-ാം വകുപ്പിലെ സബ്സെക്ഷൻ 1 പ്രകാരം ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കുന്നവരുടെ മാതാവോ പിതാവോ പ്രായപൂർത്തിയാവാത്ത കുട്ടിയുടെ ഇന്ത്യൻ പൗരത്വം നഷ്ടമാക്കുമെന്ന് ഇതിൽ വ്യക്തമാക്കി. സബ്സെക്ഷൻ 1 പ്രകാരം ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കുന്നവരുടെ മാതാവോ പിതാവോ ആയ അവരുടെ പ്രായപൂർത്തിയാകാത്ത കുട്ടിയുടെ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുമെന്ന് ഇതിൽ വ്യക്തമാക്കി. മൈനർ പദവി തീരുന്ന മുറയ്ക്ക് നിർദ്ദിഷ്ട ഫോമിൽ ഇന്ത്യൻ പൗരത്വം തുടരാൻ ആഗ്രഹിക്കുന്നുവെന്ന് അറിയിച്ചാൽ പൗരത്വം ലഭിക്കുമെന്നും നോട്ടീസിൽ പറയുന്നു. അടുത്ത കാലത്ത് ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനവുണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ് സമീപകാലത്ത് പൗരത്വം ഉപേക്ഷിച്ച് വിദേശങ്ങളിലേക്ക് കുടിയേറിയതെന്ന് വിദേശകാര്യ മന്ത്രാലയം പാർലമെൻറ്റിൽ നൽകിയ മറുപടികളിൽ വ്യക്തമാക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ആഭ്യന്തര മന്ത്രാലയം പൗരത്വ നിയമം കർശനമാക്കാൻ തീരുമാനിച്ചതെന്ന് വിലയിരുത്തപ്പെടുന്നു. മാതൃഭൂമി കേരളത്തിലെ എല്ലാ കോടതികളിലും ഫീസ് വർധനവുണ്ടാകും എന്ന് കോടതികളിലെ ഫീസ് വർധന പഠിക്കാൻ ജസ്റ്റിസ് VK മോഹനൻ്റെ നേതൃത്വത്തിൽ ഒരു കമ്മിറ്റിയെ വെച്ചു എന്നുമുള്ള വാർത്ത കൊണ്ടുവന്നിട്ടുണ്ട്. കൊച്ചിയിൽ നിന്നാണ് വാർത്ത. കുടുംബ കോടതിയിൽ ഫയൽ ചെയ്യുന്ന വസ്തു സംബന്ധമായ കേസുകളുടെയും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് പ്രകാരം ഫയൽ ചെയ്യുന്ന ചെക്ക് കേസുകൾക്കും പുറമെ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്യുന്ന 8 ഹർജികളുടെ അടക്കം ഫീസിൽ ഏറെ വൈകാതെ വർധനവുണ്ടായേക്കും. ഈ കാര്യത്തിൽ പഠനം നടത്തി റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതി റിട്ടയർഡ് ജഡ്ജ് ജസ്റ്റിസ് VK മോഹനൻ അധ്യക്ഷനായ കമ്മിറ്റിക്ക് സർക്കാർ രൂപം നൽകി. കഴിഞ്ഞ ഫെബ്രുവരി 10 രൂപവത്കരിച്ച കമ്മിറ്റിയുടെ പ്രാഥമിക റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് കുടുംബ കോടതികളുടെയും ചെക്ക് കേസുകളുടെയും ഫീസ് വർധന സംസ്ഥാന ബജറ്റിൽ സർക്കാർ പ്രഖ്യാപിച്ചത്. സംസ്ഥാനത്ത് കേസ് ഫയൽ ചെയ്യാനുള്ള ഫീസിൽ കഴിഞ്ഞ 20 വർഷമായി വർധനവ് ഉണ്ടായിട്ടില്ല. ഇത് കണക്കിലെടുത്താണ് റിപ്പോർട്ട് നൽകാൻ കമ്മിറ്റി രൂപീകരിച്ചത്. നുവാൽസ് മുൻ VC NK ജയകുമാർ, പാലക്കാട് സ്വദേശി അഡ്വക്കേറ്റ് പ്രമോദ്, ലോ സെക്രട്ടറി, ടാക്സ് സെക്രട്ടറി എന്നിവരാണ് കമ്മിറ്റി അംഗങ്ങൾ. കുടുംബ കോടതികളിലെയും ചെക്ക് കേസുകളിലെയും ഫീസ് വർദ്ധിപ്പിച്ചത് ഇത്തരം കേസുകൾ തെറ്റായ അവകാശവാദങ്ങൾ ഉന്നയിച്ച് ഫയൽ ചെയ്യുന്നത് ഒഴിവാക്കാനാണെന്ന് സർക്കാർ വിശദീകരിക്കുന്നത്. വിവാഹമോചന കേസുകൾ കുടുംബ കോടതികളിലേക്ക് മാറ്റുന്നതിനു മുമ്പ് ഫീസ് ഉണ്ടായിരുന്നുവെന്നും കോടതി ചൂണ്ടിക്കാട്ടുന്നു. മാതൃഭൂമി എക്സാലോജിക്ക് സംബന്ധിച്ച് CPM പാർട്ടിക്കുള്ളിൽ വിശദീകരിക്കുന്നതിനെക്കുറിച്ച് ഒരു വാർത്തയുണ്ട്. ബിജു പരവത്താണ് തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാതൃഭൂമിയുടെ ഇന്നത്തെ സെക്കൻഡ് ലീഡ് ആ വാർത്തയാണ്. വാർത്ത ഇങ്ങനെയാണ്: മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണയുടെ കമ്പനി ചെയ്യാത്ത സേവനത്തിന് സ്വകാര്യ കരിമണൽ കമ്പനിയിൽ നിന്ന് പണം വാങ്ങിയെന്ന ആരോപണങ്ങൾ പാർട്ടിക്കുള്ളിൽ വിശദീകരണവുമായി CPM. തെരഞ്ഞെടുപ്പിന് പാർട്ടി അംഗങ്ങളെ സജ്ജമാക്കാൻ ജില്ലാ മണ്ഡലം തലങ്ങളിലായി ബ്രാഞ്ച് സെക്രട്ടറി വരെയുള്ള ശില്പശാലയിലാണ് നേതാക്കൾ വിശദീകരണം നൽകിയത്. വിവാദ ഇടപാടിനെക്കുറിച്ച് മാത്രമല്ല, വീണ കമ്പനി തുടങ്ങിയതും പൂട്ടിയതുമടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ്റെ കാര്യത്തിൽ സ്വീകരിക്കാത്ത നിലപാട് എന്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മകളുടെ കാര്യത്തിൽ പാർട്ടി സ്വീകരിച്ചു എന്നതിലും വ്യക്തത വരുത്താനാണ് നേതാക്കൾ ശ്രമിക്കുന്നത്. ജില്ലാ തലത്തിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ നേതാക്കളും മണ്ഡലം തലത്തിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുമാണ് വിശദീകരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് വിശദീകരിക്കേണ്ട കാര്യങ്ങൾ, പ്രസംഗത്തിൽ ഊന്നേണ്ട വിഷയങ്ങൾ എന്നിവയാണ് വിശദീകരിക്കുന്നത്. പാർട്ടി അംഗങ്ങൾക്ക് ഏത് വിഷയങ്ങൾ ഉന്നയിക്കാനും പൊതുപ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാനും അവസരം നൽകുന്നുണ്ട്. മാസപ്പടി മാധ്യമ സൃഷ്ടി എന്നാണ് വിശദീകരണം. ഇത് സംബന്ധിച്ച് മറ്റൊരു വാർത്ത കൂടി മാതൃഭൂമി ഉൾപേജിൽ നൽകിയിട്ടുണ്ട്. ആ വാർത്ത ഇങ്ങനെയാണ്: വീണ വിജയൻ്റെ കമ്പനിയുമായി ബന്ധപ്പെട്ട ആരോപണത്തിന് ജില്ലാ മണ്ഡലം തലങ്ങളിലായി ബ്രാഞ്ച് സെക്രട്ടറിമാർ വരെയുള്ളവർക്ക് CPM നൽകുന്ന വിശദീകരണം ഇങ്ങനെ: 1. മാസപ്പടി എന്ന പ്രയോഗം മാധ്യമ സൃഷ്ടിയാണ്. 2 കമ്പനികൾ കരാറുണ്ടാക്കി നൽകുന്ന തുകയെ മാസപ്പടി എന്ന് വിശേഷിപ്പിക്കുന്നത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതും കൃത്യമായ അജണ്ടയുടെ അടിസ്ഥാനത്തിലുമാണ്. 2. കരിമണൽ കമ്പനി ആദായ നികുതി വകുപ്പിന് നൽകിയ കണക്കുകൾ സംബന്ധിച്ചാണ് തർക്കമുണ്ടായത്. നൽകിയ ചെലവുകൾ അംഗീകരിക്കുന്നതിലെ തർക്കമാണ് ആദായ നികുതി ഇൻട്രീം സെറ്റിൽ ബോർഡ് പരിശോധിച്ചത്. ഇതിൽ നികുതി ഈടാക്കുകയോ പിഴ ചുമത്തുകയോ ചെയ്യാം. പക്ഷേ വീണയുടെ കമ്പനിക്ക് പണം നൽകിയത് രാഷ്ട്രീയ സ്വാധീനമുള്ള വ്യക്തിയുടെ മകളായതുകൊണ്ടാണ് എന്ന് എഴുതി വച്ചത് ഗൂഢ ഉദ്ദേശത്തോടെയാണ്. കേന്ദ്രത്തിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം ഇതിലുണ്ട്. 3. കോടിയേരിയുടെ മകനെതിരെ ഉയർന്നത് മയക്കുമരുന്ന് സംബന്ധിച്ച കേസാണ്. അത് ശരിയായാലും തെറ്റായാലും പാർട്ടിക്ക് ഇടപെടാൻ പരിമിതിയുണ്ട്. അത് കോടിയേരിക്ക് ബോധ്യമായതുകൊണ്ടാണ് മകൻ ഒറ്റയ്ക്ക് കേസ് നേരിടണമെന്ന് വ്യക്തമാക്കിയത്. 4. വീണയ്ക്കെതിരെ കേസ് ഉയർത്തിക്കൊണ്ടുവരുന്നത് മുഖ്യമന്ത്രിയെ ലക്ഷ്യമിട്ടാണെന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് പാർട്ടി തുടക്കം മുതലേ പ്രതിരോധിച്ചത്. മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക്
പാർട്ടി സംരക്ഷണം ഒരുക്കുന്നു എന്ന രീതിയിലല്ല ഇതിനെ കാണേണ്ടത്. PB അംഗമായ മുഖ്യമന്ത്രിയെയും ഇടതുപക്ഷ സർക്കാരിനെയും ആക്രമിക്കാനുള്ള രാഷ്ട്രീയ നീക്കമായാണ് കാണേണ്ടത്. 4. തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തുടർച്ചയുണ്ടാവുകയും അതിന് വാർത്തയായി വരികയും ചെയ്യും. തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം തുടർച്ചയായി ഉണ്ടാവുകയും അത് വാർത്തയായി വരികയും ചെയ്യും. ജനങ്ങളിൽ തെറ്റിദ്ധാരണയുണ്ടാക്കാനുള്ള ഇത്തരം ശ്രമങ്ങളെ കൃത്യമായി ഇടപെട്ട് തടയാൻ ഓരോ പാർട്ടി അംഗവും ശ്രമിക്കണം എന്നാണ് വിശദീകരണങ്ങളിൽ ഉള്ളത്. ഇതിനിടയിൽ കേരള കൗമുദി രസകരമായ മറ്റൊരു വാർത്ത കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. അത് PSC പരീക്ഷയിൽ ആൾമാറാട്ടം നടത്തി ബയോമെട്രിക് പരിശോധനയ്ക്കിടയിൽ യുവാവ് മതിൽ ചാടി രക്ഷപ്പെട്ടു എന്നതാണ്. മാതൃഭൂമിയിൽ മാത്രമല്ല, ഏതാണ്ട് എല്ലാ പത്രങ്ങളിലും ഈ വാർത്തയുണ്ട്. കേരള കൗമുദി അടക്കം ഏതാണ്ട് എല്ലാ പത്രങ്ങളിലുമുണ്ട്. കേരള കൗമുദി 1-ാം പേജിൽ തന്നെ കാര്യമായ പ്രാധാന്യം നൽകി വാർത്ത നൽകിയിരിക്കുന്നു. ഒരു കാർട്ടൂണുമുണ്ട്. PSC കേരള PS സർവീസ് കമ്മീഷൻ എന്ന ബോർഡിനെ മറികടന്ന് ചാടിയൊരു യുവാവ് മോട്ടോർ ബൈക്കിലിൻ്റെ പുറകിലിരുന്ന് രക്ഷപ്പെടുന്നതാണ് കാർട്ടൂൺ. വാർത്ത ഇങ്ങനെയാണ്. തിരുവനന്തപുരം പരീക്ഷാ ഹാളിൽ ഉദ്യോഗാർത്ഥികളുടെ തിരിച്ചറിയലിന് PSC ബയോമെട്രിക് സംവിധാനം നടപ്പാക്കിയ ആദ്യ ദിവസം തന്നെ ആൾമാറാട്ട ശ്രമം പുറത്തായി. ആധാർ അധിഷ്ഠിത വിരലടയാള പരിശോധന നടക്കവേ ഉദ്യോഗാർത്ഥി പരീക്ഷാ ഹാളിൽ നിന്ന് ഇറങ്ങി ഓടി. മതിൽ ചാടി പുറത്തു കാത്തുനിന്ന യുവാവിൻ്റെ ബൈക്കിൽ കയറി രക്ഷപ്പെട്ടു. കേരള സർവകലാശാലയുടെ ലാസ്റ്റ് ഗ്രേഡ് നിയമനത്തിനുള്ള മെയിൻ പരീക്ഷ എഴുതാനെത്തിയതായിരുന്നു ഉദ്യോഗാർത്ഥി. പൂജപ്പുര ചിന്നമ്മ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സംഭവം. നേമം മേലാങ്കോട് ശ്രീഹരി സദനത്തിൽ അമൽജിത്ത് എന്ന യുവാവിൻ്റെ പരീക്ഷ എഴുതാനെത്തിയ യുവാവാണ് ഇറങ്ങി ഓടിയത്. ഹാൾ ടിക്കറ്റ്, ID, OMR ഷീറ്റ് എന്നിവ സീറ്റിൽ ഉപേക്ഷിച്ചാണ് കടന്നത്. ചോദ്യപേപ്പർ വിതരണം തുടങ്ങിയിരുന്നില്ല. PSC അധികൃതർ DGPക്ക് നൽകിയ പരാതിയെ തുടർന്ന് പൂജപ്പുര പോലീസ് അന്വേഷണം തുടങ്ങി. രാവിലെ 7:15 മുതൽ 9:15 വരെയായിരുന്നു പരീക്ഷ. സംശയം തോന്നിയ ഉദ്യോഗാർത്ഥികളെ മാത്രമാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ പരിശോധിച്ചത്. തൊട്ടടുത്തിരുന്ന വിദ്യാർത്ഥിയുടെ വിരലടയാള പരിശോധന നടത്തവെയാണ് ഇയാൾ രക്ഷപ്പെട്ടത്. CCTV ദൃശ്യത്തിൽ നിന്നാണ് ബുള്ളറ്റിൽ കയറിപ്പോയെന്ന് അറിഞ്ഞത്. മേൽവിലാസമുള്ള വീട്ടിൽ പോലീസ് എത്തിയെങ്കിലും ഉദ്യോഗാർത്ഥി അവിടെ ഉണ്ടായിരുന്നില്ല. ഹാൾ ടിക്കറ്റിൽ പഴയ ഫോട്ടോ, വന്നത് താടിക്കാരൻ. ഹാൾ ടിക്കറ്റിലെ ഫോട്ടോയും 2014 എടുത്തതായിരുന്നു. അതിൽ താടി വെക്കാത്ത മുഖമാണ്. പരീക്ഷ എഴുതാനെത്തിയ ആളിന് താടി ഉണ്ടായിരുന്നു. പഴയ ഫോട്ടോ ആയതിനാൽ ഇൻവിജിലേറ്ററായ അധ്യാപികയ്ക്ക് സംശയം തോന്നിയില്ല. ഡ്രൈവിംഗ് ലൈസൻസ് ആയിരുന്നു തിരിച്ചറിയൽ രേഖയായി കാണിച്ചത്. തിരുവനന്തപുരം ജില്ലയിലെ 48 പരീക്ഷാ കേന്ദ്രങ്ങളിൽ 25 മാത്രമാണ് പരിശോധന നടത്തിയത്. 2.5 മാസം മുമ്പാണ് ബയോമെട്രിക് പരിശോധന നടത്താൻ കേന്ദ്ര സർക്കാരിൻ്റെ അനുമതി ലഭിച്ചത്. അതേതായാലും ഗുണം ചെയ്തു എന്നിതോടുകൂടി വ്യക്തമാക്കാം. കേരളത്തിൽ നിന്ന് നോക്കിയപ്പോൾ മനസ്സിലാവാത്തൊരു കാര്യം മുഖ്യമന്ത്രിക്ക് ഇന്നലെ ഡൽഹിയിൽ പോയിരുന്ന് നോക്കിയപ്പോൾ മനസ്സിലായി എന്ന് തോന്നുന്നു. അത് സംബന്ധിച്ചുള്ള വാർത്ത ദേശാഭിമാനിയിലാണുള്ളത്. പ്രതിപക്ഷം യോജിച്ച് നീങ്ങിയാൽ BJPയെ തോൽപ്പിക്കാം എന്ന് മുഖ്യമന്ത്രി പറയുന്നു. ഡൽഹിയിലിരുന്നാണ് പറയുന്നത്. വാർത്ത ഇങ്ങനെയാണ്. സംസ്ഥാനങ്ങളിലെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി പ്രതിപക്ഷ പാർട്ടികൾ യോജിപ്പോടെ നീങ്ങിയാൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ തോൽപ്പിക്കാനാകുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. തങ്ങളാണ് പ്രതിപക്ഷത്തിൻ്റെ ആകെ അവകാശികളെന്ന് കരുതാതെ യോജിപ്പോടെ നീങ്ങണം. അടുത്തു നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJP ജയിച്ചത് കോൺഗ്രസിന് സംഭവിച്ച പിഴവ് മാത്രമാണ്. രാജ്യം നിലനിൽക്കണമെങ്കിൽ BJPയുടെ 3-ാം ഊഴം തടയണം. കേന്ദ്രത്തിനെതിരായി പ്രതിഷേധിക്കുന്നത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ മാത്രമല്ല, പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലുമുണ്ട്. ബംഗാളും പഞ്ചാബും ഡൽഹിയും ഒക്കെയുണ്ട്. ഇതൊരു തെക്ക് വടക്ക് വിഭജനത്തിൻ്റെ പ്രശ്നമല്ല. സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളും അവകാശങ്ങളും കവർന്നെടുക്കുന്ന പ്രശ്നമാണ്. ആ പ്രശ്നത്തിലാണ് യോജിപ്പ്. അത് രാജ്യത്താകെയുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ദീപികയിലേക്ക് കിടക്കുമ്പോൾ, ദീപികയിൽ കാത്തലിക് ബിഷപ്പ് കൗൺസിലിൻ്റെ പ്രമേയമുണ്ട്. 1-ാം പേജിൽ തന്നെ ലീഡ് വാർത്തയോട് ചേർന്ന് വളരെ പ്രാധാന്യത്തോടെ ദീപിക വിന്യസിച്ചിരിക്കുന്നത് മണിപ്പൂരിലെ ആക്രമണം ഭയപ്പെടുത്തുന്നത് എന്ന CBCI പ്രമേയമാണ്. ബാംഗ്ലൂരു മണിപ്പൂരിൽ നീണ്ടു നിൽക്കുന്ന ആക്രമണത്തിൽ ആളുകൾക്ക് ജീവനും ജീവിതവും നഷ്ടപ്പെടുന്നത് ഭയപ്പെടുത്തുന്നുവെന്ന് CBCI സമ്മേളനം. CBCI 36-ാം ജനറൽ ബോഡി മീറ്റിംഗിൻ്റെ സമാപനത്തിനു ശേഷം പുറത്തിറക്കിയ പ്രസ്താവനയിലായിരുന്നു പരാമർശം. ബാംഗ്ലൂരു സെൻറ്റ് ജോൺസ് നാഷണൽ അക്കാദമി ഓഫ് ഹെൽത്ത് സയൻസിൽ ജനുവരി 31 ആരംഭിച്ച ജനറൽ ബോഡി മീറ്റിംഗിൽ 170 മെത്രാന്മാർ പങ്കെടുത്തു. ഇന്നത്തെ ഇന്ത്യയിലെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സഭയുടെ പങ്കിനെക്കുറിച്ച് സമ്മേളനങ്ങൾ ചർച്ച നടത്തി. ഇന്നത്തെ ഇന്ത്യയിലെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളിലും
ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലും സഭയുടെ പങ്കിനെക്കുറിച്ച് സമ്മേളനം ചർച്ച നടത്തി. പ്രധാന ചർച്ചാ വിഷയങ്ങൾ: രാജ്യത്തെ ചെറിയൊരു ശതമാനം ആളുകൾ മാത്രമേ സാമ്പത്തിക പുരോഗതി നേടുന്നുള്ളൂ. തൊഴിലില്ലായ്മ വൻതോതിൽ വർദ്ധിച്ചു. ഗ്രാമീണ മേഖലയിലെ ഭൂരിപക്ഷം ആളുകൾക്കും ശാസ്ത്ര സാങ്കേതിക പുരോഗതി എത്തിയിട്ടില്ല. വർദ്ധിച്ചു വരുന്ന വിഭജന മനസ്ഥിതിയും വിദ്വേഷ പ്രസംഗങ്ങളും മൗലികവാദ നീക്കങ്ങളും രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കും സവിശേഷമായ ബഹുസ്വരതയ്ക്കും മതേതരത്വത്തിനും മേൽ ആശങ്കയുണ്ടാക്കുന്നു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർക്കെതിരെയുള്ള ആക്രമണം വർദ്ധിച്ചു വരികയാണ്. പള്ളികളും വീടുകളും തകർക്കുന്നു. അനാഥാലയങ്ങൾ, ഹോസ്റ്റലുകൾ, വിദ്യാഭ്യാസ ആരോഗ്യ സ്ഥാപനങ്ങൾ തുടങ്ങിയവയിൽ പ്രവർത്തിക്കുന്നവർക്ക് നേരെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച് അവരെ ബുദ്ധിമുട്ടിക്കുന്നു. മണിപ്പൂരിൽ നീണ്ടു നിൽക്കുന്ന ആക്രമണത്തിൽ ആളുകൾക്ക് ജീവിതവും ജീവനും നഷ്ടപ്പെടുന്നത് ഭയപ്പെടുത്തുന്നു. ജനാധിപത്യത്തിൻ്റെ നാലാം തൂണായ മാധ്യമങ്ങൾ കടമ ശരിയായ വിധത്തിൽ നിർവഹിക്കുന്നില്ല. രാജ്യത്തിൻ്റെ ഐക്യത്തിനായി എല്ലാ രൂപതകളും മാർച്ച് 22 പ്രാർത്ഥനാ ദിനമായി ആചരിക്കാൻ സമ്മേളനം ആഹ്വാനം ചെയ്തു. എല്ലാ പൗരന്മാരും വോട്ടർ പട്ടികയിൽ പേരു ചേർക്കുകയും ഭരണഘടനാ മൂല്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്ന പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന നേതാക്കളെ തിരഞ്ഞെടുക്കുകയും വേണം. ദളിത് ക്രൈസ്തവരെയും മറ്റ് പിന്നോക്ക ന്യൂനപക്ഷങ്ങളെയും പട്ടികജാതിയിൽ ഉൾപ്പെടുത്തണം. ന്യൂനപക്ഷങ്ങൾക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ സംരക്ഷിക്കണം. ഭരണാധികാരികൾ ഭരണഘടനയുടെ ആമുഖം നൽകുന്ന ഉറപ്പുകൾ പാലിക്കണം. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകളും വെല്ലുവിളികളും വിലയിരുത്തി AI കാര്യക്ഷമമായി കൈകാര്യം ചെയ്യണം. AIയുടെ സഹായത്തോടെ നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി രൂപതകളും യുവജന സംഘടനകളും ശ്രദ്ധിക്കണം. സിനഡാത്മകതയുടെ പശ്ചാത്തലത്തിൽ സഭ 2025 ജൂബിലി വർഷമായി ആചരിക്കുകയാണ്. ഈ വർഷം മുഴുവൻ സൈന്യം, വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ മേഖലകളിൽ ക്രൈസ്തവർ രാജ്യത്തിനായി സേവനം ചെയ്യണമെന്നും സമ്മേളനം ആഹ്വാനം ചെയ്തതായി CBCI പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻ്റണി താഴത്ത്, സെക്രട്ടറി ആർച്ച് ബിഷപ്പ് ഡോക്ടർ അനിൽ ജോസഫ് തോമസ് കുട്ടോ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഇതോട് ചേർന്നു തന്നെ ഇതിന് തൊട്ടടുത്ത് തന്നെ ഒറ്റ നോട്ടത്തിൽ ഈ വാർത്തയുമായി ബന്ധപ്പെടുത്തി വായിക്കാവുന്ന തരത്തിൽ കാശി മധുരയും നിയമസഭയിൽ ഉന്നയിച്ച് യോഗി എന്നൊരു വാർത്ത ലക്നൌവിൽ നിന്നുള്ളത് ദീപിക 1-ാം പേജിൽ തന്നെ കാര്യമായി വിന്യസിച്ചിട്ടുണ്ട്. ലക്നൗ: കാശി മധുര ക്ഷേത്ര വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന്മേലുള്ള ചർച്ചയിലായിരുന്നു യോഗിയുടെ പരാമർശം. അയോധ്യ, കാശി, മധുര എന്നീ 3 സ്ഥലങ്ങൾ മാത്രമാണ് ഹിന്ദു സമൂഹം ആവശ്യപ്പെടുന്നതെന്ന് യോഗി പറഞ്ഞു. ഈ സ്ഥലങ്ങൾ സാധാരണ സ്ഥലങ്ങളല്ല, ദൈവത്തിൻ്റെ സ്ഥലങ്ങളാണ്. അതിനാൽ അവിടങ്ങളിൽ പിടിവാശി കാണിക്കുന്നു. ഈ പിടിവാശി തുടങ്ങിയെടുത്താണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം തുടങ്ങിയത്. ഇപ്പോൾ തർക്കവും ഉടലെടുത്തെന്ന് അദ്ദേഹം പറഞ്ഞു. വിദേശ അധിനിവേശക്കാർ രാജ്യത്തിൻ്റെ സമ്പത്ത് മാത്രമല്ല, രാജ്യത്തിൻ്റെ വിശ്വാസവും അവസാനിപ്പിക്കാൻ ശ്രമിച്ചെന്നും യോഗി പറഞ്ഞു. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളുടെ ഭീതിതമായ അവസ്ഥയാണ് ദീപിക എടുത്തു കാണിക്കുന്നത്. ന്യൂനപക്ഷം ആരാണെങ്കിലും, ക്രിസ്ത്യാനികളാണെങ്കിലും മുസ്ലിങ്ങളാണെങ്കിലും അവരുടെ അവസ്ഥ തുലോം ഭയാനകമാണ് എന്ന് ദീപിക ചൂണ്ടിക്കാണിക്കുകയാണ്. പത്രങ്ങളുടെ എഡിറ്റ് പേജിലേക്ക് കടന്നാൽ ഇന്ന് ശ്രദ്ധേയമായൊരു ലേഖനമുള്ളത് മലയാള മനോരമയിലാണ്. മലയാള മനോരമയിൽ പാകിസ്ഥാനിൽ ഇന്ന് വിധിയെഴുത്ത് നടക്കുമ്പോൾ, പാകിസ്ഥാൻ പാർലമെൻറ്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിലെ വോട്ടെടുപ്പാണ് ഇന്ന് നടക്കുന്നത്. ഈ ദിവസത്തിൽ പാകിസ്ഥാൻ പാർലമെൻറ്റിലേക്ക് ഇന്ന് വോട്ടെടുപ്പ് നടക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു ലേഖനമാണ്. അവിടുത്തെ രാഷ്ട്രീയ മുന്നണികളും രാഷ്ട്രീയ സാഹചര്യങ്ങളുമെല്ലാം വിലയിരുത്തിക്കൊണ്ട് മന്ദിര നയ്യാർ എഴുതുന്നു. പഴയതെല്ലാം മറന്ന് നവാസ് വീണ്ടും പട്ടാളക്കൂട്ടിലേക്ക്. പട്ടാളത്തിന് പ്രിയപ്പെട്ടവനായിരുന്ന ഇമ്രാൻഖാൻ ഇപ്പോൾ വെറുക്കപ്പെട്ടവനായി ജയിലിൽ. പട്ടാളത്തോട് പിണങ്ങി പ്രവാസത്തിലിരുന്ന നവാസ് ഷെരീഫ് ആകട്ടെ ഇണങ്ങി അവർക്കൊപ്പം ചേരുന്നു. കഥാപാത്രങ്ങൾ മാറിയെങ്കിലും കഥയ്ക്ക് മാറ്റമില്ലാതെ പാക് രാഷ്ട്രീയം. ഈ തെരഞ്ഞെടുപ്പിലും ആരും അത്ഭുതം പ്രതീക്ഷിക്കുന്നില്ല. 74കാരനായ നവാസ് ഷെരീഫും 71കാരനായ ഇമ്രാൻഖാനും പുറംതിരിഞ്ഞു നിൽക്കുന്ന ചിത്രത്തോടുകൂടി, അതും പാകിസ്ഥാൻ പതാകയുടെ പശ്ചാത്തലത്തിൽ. മന്ദിര നയ്യാർ എഴുതിയ ലേഖനം ഇങ്ങനെ വായിക്കാം. പാകിസ്ഥാനിൽ എപ്പോഴും ചരിത്രം ആവർത്തിക്കുകയാണ് പതിവ്. അവിടെ 5 വർഷ കാലാവധി ഒരു ജനകീയ സർക്കാരും പൂർത്തിയാക്കിയിട്ടില്ല. ഒരു സർക്കാരും പട്ടാളത്തിൻ്റെ പിന്തുണയില്ലാതെ അധികാരത്തിലും എത്തിയിട്ടില്ല.
ഇന്ന് പാകിസ്ഥാൻ വോട്ടെടുപ്പിലേക്ക് പോകുമ്പോൾ ഫലം പ്രവചനീയമാണ്. പ്രവാസത്തിൽ നിന്ന് മടങ്ങിയെത്തിയ പഞ്ചാബിൻ്റെ സിംഹം നവാസ് ഷെരീഫ് അഴിമതി കേസുകളിൽ നിന്നെല്ലാം തടിയൂരി 4ാം വട്ടം അധികാരത്തിലേറാൻ പോകുന്നു. ജനക്കൂട്ടത്തെ വിരൽത്തുമ്പിൽ നിർത്തുന്ന ഏറ്റവും ജനപ്രീതിയുള്ള നേതാവ് ഇമ്രാൻഖാൻ ഈ തെരഞ്ഞെടുപ്പിൽ അരങ്ങിലില്ല. 2018 തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിനുള്ള വ്യത്യാസങ്ങൾ 2018 തെരഞ്ഞെടുപ്പിൽ നിന്ന് ഈ തെരഞ്ഞെടുപ്പിനുള്ള വ്യത്യാസങ്ങൾ വേഷങ്ങൾ മാറിയെന്നതാണ്. 2018 ദുരവസ്ഥ നവാസ് ഷെരീഫിനായിരുന്നു. അഴിമതിക്കാരനെന്ന് പ്രഖ്യാപിക്കപ്പെട്ട അദ്ദേഹം വെറുക്കപ്പെട്ടവനായി. ഇമ്രാൻഖാൻ പട്ടാളത്തിൻ്റെ മാനസപുത്രനും. പാക് രാഷ്ട്രീയത്തിൽ പതിവായ പ്രവാസം കഴിഞ്ഞ് ഇപ്പോൾ നവാസ് തിരിച്ചെത്തിയിരിക്കുന്നു. ഔദ്യോഗിക പദവിയിൽ നിന്നുള്ള ആജീവനാന്ത വിലക്ക് നീക്കി പട്ടാളം അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്നു. 2018 പട്ടാളത്തിലുള്ള പൊന്നോമനയായിരുന്ന 2018 പട്ടാളത്തിന് പൊന്നോമനയായിരുന്ന ഇമ്രാൻഖാൻ ആവട്ടെ 34 വർഷം തടവ് ശിക്ഷ നേരിടുന്നു. മതപരമല്ലാത്ത വിവാഹത്തിൻ്റെ പേരിലും അദ്ദേഹത്തിന് ശിക്ഷ ലഭിച്ചിരിക്കുന്നു. അപ്പോഴും US ആസ്ഥാനമായ ഗാലപ്പ് പോൾ കമ്പനി കഴിഞ്ഞ ഡിസംബറിൽ നടത്തിയ അഭിപ്രായ സർവേയിൽ ജനങ്ങൾക്കിടയിൽ ഇമ്രാൻ്റെ പിന്തുണ 57%, നവാസിന് 52%. തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ക്രിക്കറ്റ് ബാറ്റ് നിഷേധിക്കപ്പെട്ട തൻ്റെ പാർട്ടിയായ പാകിസ്ഥാൻ തെഹ്രീക്ക് ഇൻസാഫ് തെരഞ്ഞെടുപ്പ് വിലക്ക് നേരിടുന്ന സാഹചര്യത്തിലും സമൂഹ മാധ്യമത്തിലൂടെ ഇമ്രാൻഖാന് ജനങ്ങൾക്കിടയിൽ തൻ്റെ സാന്നിധ്യം അറിയിക്കാൻ സാധിച്ചിട്ടുണ്ട്. 2018 നവാസ് ഷെരീഫ് മത്സരിക്കുന്നുണ്ടായിരുന്നെങ്കിലും 2018 നവാസ് ഷെരീഫിന് മത്സരവിലക്കുണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് PMNL തെരഞ്ഞെടുപ്പ് ചിഹ്നം നിലനിർത്താൻ കഴിഞ്ഞിരുന്നു. പ്രവാസത്തിന് പകരം ജയിലിൽ കിടക്കാൻ തീരുമാനിച്ച ഇമ്രാൻഖാൻ തൻ്റെ അനുയായികളോട് വോട്ട് രേഖപ്പെടുത്താനാണ് ആഹ്വാനം ചെയ്തത്. ചിഹ്നം നഷ്ടമായെങ്കിലും യുവാക്കൾക്കിടയിൽ തനിക്കുള്ള സ്വാധീനം പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് ഗുണം ചെയ്യുമെന്നാണ് നവാസിൻ്റെ പ്രതീക്ഷ. എതിരാളികളുടെ കണക്കുകൾ തെറ്റിക്കുമോ എന്ന ചോദ്യമുയരുന്നു. ചിഹ്നം നഷ്ടമായെങ്കിലും യുവാക്കൾക്കിടയിൽ തനിക്കുള്ള സ്വാധീനം പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾക്ക് ഗുണം ചെയ്യുമെന്ന ഇമ്രാൻഖാൻ്റെ പ്രതീക്ഷ എതിരാളികളുടെ കണക്കുകൂട്ടലുകൾ തെറ്റിക്കുമോ എന്ന ചോദ്യമുയരുന്നു. പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടിയെ നയിക്കുന്ന ബിലാവൽ ഭൂട്ടോക്ക് നവാസ് ഷെരീഫിൻ്റെ 4ാം വരവിൽ ഒട്ടും സന്തോഷമില്ലെങ്കിലും സാഹചര്യം ഒത്തുവന്നാൽ PMNL PPP സഖ്യം തെരഞ്ഞെടുപ്പിന് ശേഷം രൂപപ്പെട്ടേക്കാം. കടക്കണിയിൽ മുങ്ങിയ പാകിസ്ഥാനിൽ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കപ്പെടാതെ നീളുന്നു. പാകിസ്ഥാൻ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം നാണ്യപ്പെരുപ്പം 28%-ലെത്തിയിരിക്കുന്നു. പുതിയ സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയും ഇതായിരിക്കും. അടുത്ത 3 വർഷത്തിനുള്ളിൽ പാകിസ്ഥാൻ $7,750 കോടി വിദേശ കടം തിരിച്ചടക്കണം. പാവപ്പെട്ട കുടുംബങ്ങൾക്ക് 300 കിലോവാട്ട് വരെ സൗജന്യ വൈദ്യുതിയാണ് PPPയുടെ മുഖ്യ വാഗ്ദാനം. PMNL വാഗ്ദാനം കയറ്റുമതി രംഗം ശക്തിപ്പെടുത്താൻ കയറ്റുമതി $6,000 കോടി ഉയർത്തുമെന്നതാണ്. ഗാലപ്പ് കമ്പനി സമീപകാലത്ത് നടത്തിയ സർവേ പ്രകാരം 70% പാകിസ്ഥാൻകാരുടെ അനുദിനം മോശമാകുന്ന സാമ്പത്തികാവസ്ഥയിലാണ് ജീവിതം തള്ളി നിൽക്കുന്നത്. 70% പാകിസ്ഥാൻകാരും അനുദിനം മോശമാകുന്ന സാമ്പത്തികാവസ്ഥയിലാണ് ജീവിതം തള്ളി നിൽക്കുന്നത്. 88% പേരും സർക്കാരിൽ അഴിമതി വ്യാപകമെന്ന് കരുതുന്നു. പാകിസ്ഥാനിലെ വോട്ടർമാർ 24.1 കോടിയാണ്. ഇതിൽ 2/3 30-ൽ താഴെ പ്രായമുള്ളവർ. യുവാക്കൾക്കിടയിലെ അതൃപ്തി ശക്തവും. ഒരിക്കൽ പട്ടാളം ഇമ്രാൻ്റെ തോളിൽ കൈവച്ച് നടന്നു. ഉടക്കിയതോടെ അദ്ദേഹത്തെ ഞെരിച്ചുടക്കാൻ പട്ടാളം ദൃഢനിശ്ചയം ചെയ്തു. ഈ പോരിൻ്റെ പ്രത്യാഘാതമാകട്ടെ രാജ്യത്ത് പട്ടാളത്തിൻ്റെ അധികാരം കൂടുതൽ വിപുലമായി എന്നതും. ഇമ്രാൻ അറസ്റ്റിലായപ്പോൾ അക്രമാസക്തമായ അനുയായികൾ റാവൽപിണ്ടിയിൽ ആർമി ആസ്ഥാനവും ഫൈസാബാദിലെ ISI ആസ്ഥാനവും ആക്രമിച്ച് തീയിട്ടത് വലിയ സംഭവമായിരുന്നു. ഇതിനുശേഷമാണ് പട്ടാളത്തെ വിമർശിക്കുന്നത് ക്രിമിനൽ കുറ്റമാക്കിയത്. അക്രമ സംഭവങ്ങളിൽ അറസ്റ്റിലായവരെ പട്ടാള കോടതിയാണ് വിചാരണ ചെയ്ത് ശിക്ഷിച്ചത്. ഇനി വരുന്ന പ്രധാനമന്ത്രി തന്നിഷ്ടം കാട്ടില്ലെന്നും പട്ടാള മേധാവിത്വം അംഗീകരിക്കുമെന്നും ഉറപ്പുവരുത്താനാണ് ആർമി ജനറൽ അസീം മുനീർ താൽപ്പര്യപ്പെടുക. മുൻപ് പട്ടാളം വരച്ച വര ലംഘിച്ച് കാൽപൊള്ളിയ നവാസ് 4ാമത് അധികാരമേറാൻ ഒരുങ്ങുമ്പോൾ ഉയരുന്ന ചോദ്യം ഇതാണ്: അനുഭവങ്ങളിൽ നിന്ന് അദ്ദേഹം പാഠം പഠിച്ചിട്ടുണ്ടാവുമോ? നവാസ് അറിയപ്പെടുന്നത് ഇന്ത്യയുമായി സമാധാനം ആഗ്രഹിക്കുന്ന നേതാവായാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അധികാരത്തിലേറുന്നത് ഉഭയകക്ഷി ബന്ധത്തിലെ പിരിമുറുക്കത്തിന് അയവുണ്ടാവുമെന്ന പ്രതീക്ഷ നൽകുന്നു എന്നാണ് മന്ദിര നയ്യർ ഈ അവലോകന ലേഖനം അവസാനിപ്പിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും അവലോകനങ്ങളും അവസാനിക്കുകയാണ്. കാതിലെത്തും പത്രങ്ങളുമായി ഇനി നാളെ വരാം.